Welcome back to chemistry class. Here we have to discuss the 6th chapter of standard 10 chemistry. The name of the chapter is nomenclature of organic compounds and isomerism. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്നുള്ള 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കാർബൺ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. Organic chemistry, it is a branch of chemistry. It deals with the study of carbon compounds. കാർബണിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാർബൺ ക്യാൻ ഫോം റിംഗ് കോമ്പൗണ്ട്സ് ആൻഡ് ചെയിൻ കോമ്പൗണ്ട്സ്. കാർബണിന് വലയ രൂപത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ചെയിൻ സംയുക്തങ്ങൾ ഉണ്ടാക്കാനും കാർബണിന് കഴിവുണ്ടെന്ന് 9ാം ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ചെയിൻ സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കാർബണിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് കാറ്റിലേഷൻ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് കാർബണിൻ്റെ ഈ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള പ്രത്യേകതകൾ ഒന്ന് റിവൈസ് ചെയ്യാം. കാർബൺ 612, അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഈസ് 6. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് 2 4. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് കാർബണിന്? 4 ഇലക്ട്രോൺ ആണ്. ഇപ്പോൾ കാർബൺ സ്റ്റേബിൾ ആവാൻ എത്ര ഇലക്ട്രോൺ കൂടി വേണം? സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്, സ്ഥിരത കൈവരിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ സ്ഥിരത കൈവരിക്കാനായിട്ട് 4 ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് കാർബണിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയായിരിക്കും? 4 ആയിരിക്കും. കാർബണിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 4 ആയിരിക്കും. അപ്പോൾ കാർബണിന് വേറെ 4 ആറ്റങ്ങളുമായിട്ട് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടും, രാസബന്ധനത്തിൽ ഏർപ്പെടും. ഏത് തരത്തിലുള്ള ബന്ധനമാണ് കാർബണിന്? കോവലൻ ബോണ്ടാണ്. കോവലൻ ബോണ്ട് എന്ന് പറയുമ്പോൾ സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവലൻ ബോണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. Covalent bond is formed by the sharing of electrons between the corresponding atoms. അല്ലേ, ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. അപ്പോൾ ഇനി കാർബണിന് ഏതൊക്കെ തരത്തിൽ ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ ബന്ധനത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കാർബണിൻ്റെ വാലൻസി 4 ആയതുകൊണ്ട് കാർബണിന് വേറെ 4 എലമെൻറ്റുമായിട്ട് 1 2 3 4 എലമെൻറ്റുമായിട്ട് ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ രാസബന്ധനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ഇതെന്താ എഴുതിയത് തമ്മിലുള്ള വ്യത്യാസം? ഇതും 9ാം ക്ലാസ്സിൽ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ കാർബൺ 4 ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു അല്ലേ. അപ്പോൾ കാർബണിൻ്റെ വാലൻസി 1 2 3 4 എന്നുള്ളത് വേറെ 4 മൂലകങ്ങളുടെ ആറ്റങ്ങളുമായിട്ട് ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവയ്ക്കുമ്പോൾ 8 എണ്ണമായിട്ട് സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ ഘടനയ്ക്ക് 9ാം ക്ലാസ്സിൽ വരച്ച് പഠിച്ചതാണ്. കാർബണിൻ്റെ വാലൻസി 4 അത് വേറെ 4 ആറ്റങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു എന്നുള്ളത് എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇനി ഇവിടെയോ ഈ കേസിലോ കാർബണിൻ്റെ വാലൻസി ശരിയാണോ? ഒന്നാമത്തെ കാർബൺ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർബണിന് 1 2 3 4 വാലൻസി അല്ലെങ്കിൽ സംയോജകത 4 എന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ സെക്കൻഡ് കാർബണിനോ 1 2 3 4 ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. ഇപ്പോഴോ മൂന്നാമത്തെ കേസിലോ കാർബണിൻ്റെ വാലൻസി സംയോജകത 1 2 3 4. ഇവിടെയോ 1 2 3 4. അപ്പോൾ ഈ ഇവിടെയെല്ലാം 3 ബോണ്ടിങ്, 3 ഏതാണ്? ഒരു കാർബൺ മറ്റൊരു കാർബണുമായിട്ട് കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടതാണ്, സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് അടുത്ത എലമെൻറ്റുമായിട്ട് ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനമെന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് 2 ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. 2 എണ്ണം വരയ്ക്കുമ്പോൾ അതിനെന്താ പേര് പറയാം? ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം എന്ന് പറയുന്നു. ഇനി ഇവിടെ കാർബണിടയ്ക്ക് നമ്മൾ 3 ലൈൻ വരച്ചിട്ടുണ്ട്. 3 ലൈൻ എന്ന് പറയുമ്പോൾ 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്താ പറയാം? ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ത്രിബന്ധനം. അപ്പോൾ കാർബണിന് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് കാർബൺ ആറ്റത്തിന് ഏകബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, ദ്വിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ത്രിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്.
നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ചില പ്രധാന പോർഷൻസാണ് അല്ലേ. അപ്പോൾ ഇനി എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. ഇനി ടീച്ചർ പറയുന്നതിൻ്റെ കൂടെ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിരിക്കണം, കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് എടുത്തിരിക്കണം, പേന എടുത്തിരിക്കണം. പറയുന്ന കാര്യങ്ങൾ ടീച്ചർ ബോർഡിൽ ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാവരും നോട്ട്ബുക്കിലും കൂടെ ചെയ്യണം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ ക്ലാസ്സിലും ബോർഡിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും എല്ലാ നെയിമിങ്ങും നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ ചെയ്താൽ മാത്രമേ അടുത്ത ക്ലാസ്സിലെ ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ ഓൺലി ലിസണിങ് അല്ലെങ്കിൽ ഓൺലി ഹിയറിംഗ് എന്നുള്ളതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ കഴിയില്ല. ഓർഗാനിക് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സിലും പറയുന്ന കോമ്പൗണ്ട്സ് നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് എഴുതി നോക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റുള്ള ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റിയും ബോർഡിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഓരോ ദിവസത്തെ ക്ലാസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അന്നത്തെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 2 ചാപ്റ്ററിലും ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഹൈഡ്രോ കാർബണുകൾ. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺ അല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്നുള്ള വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള പഠനമാണ്, കാർബൺ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി. ഹൈഡ്രോ കാർബൺസ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, എല്ലാവരും ഒപ്പം എത്തിയെന്ന് വിചാരിക്കുന്നു. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ്, കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. ഇനി ഹൈഡ്രോ കാർബൺസിനെ 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ആൽക്കെയിൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൽക്കെയിൻ. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ആൽക്കെയിൻ, ദ നെയിം എൻഡിങ് വിത്ത് ALE. മലയാളത്തിലടക്കം എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ മലയാള മീഡിയം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൽക്കെയിൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആൽക്കീൻ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആൽക്കൈൻ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ നോട്ട്ബുക്കിലും ഇതേപോലെ ഡയഗ്രാം വരച്ചിട്ട് കാര്യങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ബോർഡിൽ എന്ത് വർക്ക് ചെയ്തു അത് മുഴുവൻ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈഡ്രോ കാർബൺസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ? അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ആൽക്കൈൻസ് ആർ ഹൈഡ്രോ കാർബൺസ്. The carbon atom is linked between a single bond. ഹൈഡ്രോ കാർബണുകളിലെ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഏകബന്ധനമാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? ആൽക്കെയിൻ. ഇനി ഹൈഡ്രോ കാർബൺസ്, there is a double bond between carbon atoms are called alkenes. ഹൈഡ്രോ കാർബണുകളിലെ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ദ്വിബന്ധനമാണുള്ളതെങ്കിൽ അവയെ പറയുന്ന പേരാണ് ആൽക്കീൻ. ഓക്കെ, ഇനി ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് എ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൻ. കാർബൺ ആറ്റങ്ങൾക്കിടയിലേക്ക് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിബന്ധനമാണ് ഉള്ളതെങ്കിൽ അവയെ പറയുന്ന പേരാണ് ആൽക്കൈൻ. ഓക്കെ, ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിൻ ആണെങ്കിൽ കാർബണിനിടയ്ക്ക് സിംഗിൾ ബോണ്ട്, ഏകബന്ധനം. ആൽക്കീൻ ആണെങ്കിൽ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഡബിൾ ബോണ്ട്. അപ്പോൾ കാർബൺ ചെയിനിൽ ഏതെങ്കിലും ഒരു കാർബണിനിടയ്ക്ക് മതി കേട്ടോ. എല്ലാ കാർബണിനിടയ്ക്കും ഡബിൾ ബോണ്ട് എന്ന് മനസ്സിലാക്കരുത്. ദർ ഈസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി കാർബൺ ആറ്റം ഇൻ ദ കാർബൺ ചെയിൻ. കാർബൺ ചെയിനിലുള്ള ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ദ്വിബന്ധനമുണ്ടെങ്കിൽ ആൽക്കീനാണ്. അതുപോലെ കാർബൺ ചെയിനിലെ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ത്രിബന്ധനമുണ്ടെങ്കിൽ അത് ആൽക്കൈൻ ആണ്. അപ്പോൾ 3 ക്ലാസിഫിക്കേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുള്ളത് ആൽക്കൈൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻ. എന്താണ് ആൽക്കൈൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻ? ആൽക്കൈനിൽ വരുന്ന മെമ്പേഴ്സ്, അംഗങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ഘടന, സ്ട്രക്ചർ എങ്ങനെ എഴുതാം, അവയ്ക്ക് നോമൻക്ലേച്ചർ, പേരെങ്ങനെ എഴുതാം, അതാണ് ആൽക്കൈൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആൽക്കൈനുകളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ പേര് ടീച്ചറോട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പേരെഴുതാൻ നമുക്ക് അവസാനം പഠിക്കാം. ഈ ആൽക്കൈനുകളുടെ ഘടന എങ്ങനെ എഴുതാം, അവയുടെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം, അവയുടെ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര സൂത്രം എങ്ങനെ എഴുതാമെന്ന് ആദ്യം പരിശോധിക്കും. അപ്പോൾ
ഹൈഡ്രോ കാർബണുകളിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള സംയുക്തങ്ങളാണ്, കോമ്പൗണ്ട്സ് ആണ് ആൽക്കെയിൻ. അപ്പോൾ ഒന്നാമത്തെ പേരാണ് മീഥെയിൻ. മീഥെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ആകെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഘടന എങ്ങനെ എഴുതാം? മീഥെയിൻ ഒരു കാർബൺ ആറ്റം വരച്ചു. ഇനി കാർബണിൻ്റെ സംയോജകത നമ്മൾ 4 എണ്ണം വരച്ചു. 4 സംയോജകത, വാലൻസി 4 എണ്ണം വരച്ചു അല്ലേ. ഇനി ഇത് ഏത് ആറ്റമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈഡ്രജനുമായിട്ടാണ്. കാരണം നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? ഹൈഡ്രോ കാർബണുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ കാർബൺ ആറ്റം ഏതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇതാണ് മീഥെയിൻ എന്നുള്ള കോമ്പൗണ്ടിൻ്റെ ഘടന. ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ഇതിനെ കണ്ടൻസ്ഡ് ഫോർമുല മലയാളത്തിലും അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. കണ്ടൻസ്ഡ് ഫോർമുല ഇതിനെ ചുരുക്കി എഴുതാണ്. ഒരു കാർബണും 4 ഹൈഡ്രജനാണ്. അപ്പോൾ അതിനെ ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? CH4. ഇതാണ് മീഥെയിൻ എന്നുള്ള കോമ്പൗണ്ടിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ തന്മാത്രാ സൂത്രം. തന്മാത്രാ സൂത്രം എന്ന് പറയുമ്പോൾ ഒരു സംയുക്തത്തിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം. അപ്പോൾ നമ്മൾ കാർബൺ ഒരെണ്ണം എഴുതി. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഹൈഡ്രജൻ എത്രയാ? 4 എണ്ണം അല്ലേ. അപ്പോൾ എന്തെഴുതാം? CH4. അപ്പോൾ മീഥെയിൻ എന്നുള്ള ഹൈഡ്രോ കാർബണിൻ്റെ ഘടന എഴുതി, പിന്നെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതി, തന്മാത്രാ സൂത്രം മോളിക്കുലർ ഫോർമുലയും എഴുതി. അപ്പോൾ മീഥെയിന് മാത്രം ഇത് രണ്ടും ഒരുപോലെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. അടുത്ത കോമ്പൗണ്ട് എഴുതിയിരിക്കുന്നത് ഈഥെയിൻ. ഈഥെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റാണ്. ഈഥെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ടീച്ചർ വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈഥെയിൻ ആണെങ്കിൽ വരയ്ക്കേണ്ടത് 2 കാർബൺ ആറ്റം. അപ്പോൾ ആൽക്കെയിനിലെ ആദ്യത്തെ മെമ്പറാണ്, ആദ്യത്തെ അംഗമാണ് മീഥെയിൻ. രണ്ടാമത്തെ ഈഥെയിൻ, മൂന്നാമത്തെ പ്രൊപ്പൈൻ. അപ്പോൾ ഈഥെയിൻ്റെ ഘടന എങ്ങനെ വരയ്ക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഈഥെയിൻ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാർബൺ ആറ്റം വേണം. 2 കാർബൺ. അപ്പോൾ ആൽക്കെയിൻ ആയതുകൊണ്ട് കാർബണിനിടയ്ക്ക് ഏത് ബോണ്ടാണ് വേണ്ടത്? ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട്. ഇനി അപ്പോൾ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു സംയോജകത കാർബണിന് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം വേണം? ബാക്കി 3 എണ്ണം വരയ്ക്കണം. ബാക്കി 3 എണ്ണം. അപ്പോൾ ബാക്കി 3 എണ്ണം ഏത് ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? 3 ഹൈഡ്രജനുമായിട്ട് ഏകബന്ധനത്തിൽ ഏർപ്പെടുന്നു. 3 ഹൈഡ്രജനുമായിട്ട്. ഓക്കെ. ഇനി അപ്പോൾ അതുപോലെ രണ്ടാമത്തെ കാർബണിനോ? അപ്പോൾ ആദ്യത്തെ കാർബണിൻ്റെ സംയോജകത 1, 2, 3, 4. അപ്പോൾ ഇവിടെ ലിങ്ക് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഏത് ആറ്റങ്ങൾ മാത്രമാണുള്ളത്? കാർബണും ഹൈഡ്രജനും മാത്രമാണുള്ളത്. ഇനി ഇവിടെ രണ്ടാമത്തെ കാർബണിനോ? ഒരു വാലൻസി അല്ലെങ്കിൽ ഒരു സംയോജകത പൂർത്തിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാർബണിൻ്റെ വാലൻസി 4 ആണെന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കണം. ബാക്കി 3 എണ്ണം നമ്മൾ വരച്ചു. അപ്പോൾ 3 എണ്ണം ഏതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? ഇവിടെ ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ കാർബണിൻ്റെ 4 സംയോജകത പൂർത്തിയായി, രണ്ടാമത്തെ കാർബണിൻ്റെ സംയോജകത 4 എന്നുള്ളത് പൂർത്തിയായി. ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ അതിന് ചുരുക്കിയിട്ട് എഴുതാം അല്ലേ. ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? ആദ്യത്തെ കാർബൺ അല്ലേ, ഒന്നാമത്തെ കാർബൺ എഴുതി. ഇനി അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1, 2, 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? CH3 എന്ന് എഴുതാം. CH3 കണ്ടോ? ഒന്നാമത്തെ കാർബൺ അത് എത്ര ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? 1, 2, 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH3 എഴുതി. പിന്നെ സിംഗിൾ ബോണ്ട് വരച്ചു. ഇനി രണ്ടാമത്തെ കാർബൺ എത്ര ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? 1, 2, 3 ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH3. അപ്പോൾ ഈഥെയിൻ എന്നുള്ളതിൻ്റെ ഘടന എങ്ങനെയാണ്? 2 കാർബണും 3 ഹൈഡ്രജനും വരച്ചു. ഈ ഘടനയെ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് കണ്ടൻസ്ഡ് ഫോർമുല. അപ്പോൾ CH3 എന്നുള്ളത് ഒരുമിച്ച് എഴുതി. രണ്ടാമത്തെ കാർബണും CH3 എന്നുള്ളത് ഒരുമിച്ച് എഴുതി. അപ്പോൾ എഴുതാൻ ഏറ്റവും എളുപ്പം ഏതാണ്? കണ്ടൻസ്ഡ് ഫോർമുലയാണ് എഴുതാൻ എളുപ്പം അല്ലേ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 ഏകബന്ധന CH3 എന്ന് പറയുമ്പോൾ ഏതാ കോമ്പൗണ്ട്? ഈഥെയിനാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതാം? ആകെ ആറ്റങ്ങളുടെ എണ്ണം. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജനോ? 3 + 3 6. അപ്പോൾ C2H6 എന്നുള്ളതാണ് ഈഥെയിൻ്റെ തന്മാത്രാ സൂത്രം. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ ചെയ്തുതരാം, ശ്രദ്ധിക്കുക. അടുത്തത് ഏതാണ്? പ്രൊപ്പൈൻ.
പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം വരയ്ക്കും. പ്രൊപ്പൈൻ ആണെങ്കിൽ 3 കാർബൺ ആറ്റം. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 3 കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഏത് ബോണ്ടിങ് ആണ്? സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാർബണിന് ഒരു സംയോജകത, ഒരു വാലൻസി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ വേണം? ബാക്കി 3 ഹൈഡ്രജൻ. ബാക്കി 3 ഹൈഡ്രജൻ. ഇനി രണ്ടാമത്തെ കാർബണിനോ 1 2 സംയോജകത പൂർത്തിയായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ബാക്കി എത്ര ഹൈഡ്രജനാണ് വേണ്ടത്? 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ. ഇനി ലാസ്റ്റ് കാർബണിനോ അവസാനത്തെ കാർബണിന് ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. ഇതാണ് പ്രൊപ്പൈൻ്റെ ഘടന. അപ്പോൾ 3 കാർബൺ ആറ്റം, കാർബണിൻ്റെ സംയോജകത 4 ആണെന്ന് മനസ്സിലാക്കി ഹൈഡ്രജൻ ആറ്റം എഴുതാം. അപ്പോൾ ഇതിൻ്റെ തന്മാത്ര കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം? ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ ഒന്നാമത്തെ കാർബൺ അതിലെത്ര ഹൈഡ്രജനാ? 1 2 3 3 ഹൈഡ്രജൻ. അപ്പോൾ CH3 എഴുതി. പിന്നെ സിംഗിൾ ബോണ്ട് വരച്ചു. സിംഗിൾ ബോണ്ട്. രണ്ടാമത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH2 എഴുതാം. സിംഗിൾ ബോണ്ട് വരച്ചു, ഏകബന്ധനം. ബാക്കി മൂന്നാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. അപ്പോൾ എങ്ങനെ എഴുതാം? CH3. അപ്പോൾ പ്രൊപ്പൈൻ എന്നുള്ളതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ് CH3 CH2 CH3. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ മോളിക്കുലർ ഫോർമുല എഴുതാം. ആദ്യം എത്ര ഉണ്ട്? 3 കാർബൺ. അപ്പോൾ C3 എഴുതാം. ഹൈഡ്രജൻ 3 + 2 5 5 + 3 8 C3H8. ഓക്കെ, C3H8. അപ്പോൾ 3 ഹൈഡ്രോ കാർബൺ, മീഥൈൻ പ്രൊപ്പൈൻ അതിൽ മീഥൈൻ എന്ന് പറയുമ്പോൾ 1 കാർബൺ, ഈഥൈൻ 2 കാർബൺ ആറ്റം, പ്രൊപ്പൈൻ 3 കാർബൺ ആറ്റം. അപ്പോൾ ഓരോന്നിൻ്റെയും ഘടനയും അതുപോലെ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും വരയ്ക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ 1 കാർബൺ ആറ്റമുള്ള ആൽക്കൈനാണ് മീഥൈൻ, അതിൻ്റെ തന്മാത്രാ സൂത്രം CH4. 2 കാർബൺ ആറ്റമുള്ള ആൽക്കൈനാണ് ഈഥൈൻ, തന്മാത്രാ സൂത്രം C2H6. ഇനി 3 കാർബൺ ആറ്റമുള്ള ആൽക്കൈനാണ് പ്രൊപ്പൈൻ, തന്മാത്രാ സൂത്രം C3H8. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ്, വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ആൽക്കൈനിലെ ഹൈഡ്രോ കാർബണിലെ ആൽക്കൈനിലെ ഒന്നാമത്തെ മെമ്പറായിട്ടുള്ള മീഥൈൻ CH4 ആണ് അല്ലേ? പിന്നെ അടുത്തത് C2H6 ആണ്. അപ്പോൾ എത്ര ആറ്റങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വന്നു? CH4 എന്നുള്ളത് C2 ആയി. അപ്പോൾ 1 കാർബൺ ആറ്റം കൂടി. പിന്നെ ഹൈഡ്രജനോ 4 ഹൈഡ്രജനിൽ എത്രയായി? 2 എണ്ണം കൂടി. അപ്പോൾ അടുത്ത മെമ്പറോ C2ന്ന് അടുത്തായപ്പോൾ 1 കാർബൺ കൂടി. ഹൈഡ്രജനോ 6ൽ നിന്ന് എത്രയായി? 8 ആയി മാറി അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? CH2 ആണെന്ന് മനസ്സിലാക്കാം. അതായത് ആൽക്കൈനിലെ ഒരു മെമ്പറിൽ നിന്ന്, ഒന്നാമത്തെ ആൽക്കൈനിൽ നിന്ന് രണ്ടാമത്തേലേക്ക്, രണ്ടാമത്തേൽ നിന്ന് മൂന്നാമത്തെ ആൽക്കൈൻ എന്നുള്ളതിലേക്കുള്ള വ്യത്യാസം, പൊതുവ്യത്യാസം എത്രയാണ്? CH2ൻ്റെ വ്യത്യാസമാണ്. അത് 1 കാർബൺ ആറ്റവും പിന്നെ 2 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ ഇനി C3H8 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് എങ്ങനെയാണ് പറയാം? 1 കാർബൺ കൂടുമ്പോൾ എന്തായിരിക്കും? C4 ആയിരിക്കും അല്ലേ? 1 കാർബൺ കൂടി കൂടുമ്പോൾ എന്തായിരിക്കും? അത് C4 ആയിരിക്കും. ഹൈഡ്രജനോ 8ൽ നിന്ന് എത്രയായിരിക്കും? H10 ആയിരിക്കും. അപ്പോൾ മോളിക്കുലർ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി. പിന്നെ അടുത്തതോ 1 കാർബൺ കൂടി കൂടുമ്പോൾ 5 കാർബൺ ആകുമ്പോൾ C5 ആയിരിക്കും. ഹൈഡ്രജൻ എത്രയായിരിക്കും? H12 ആയിരിക്കും. അപ്പോൾ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള പൊതുവ്യത്യാസം എത്രയാണ്? CH2 ആണ്. അപ്പോൾ അങ്ങനെ CH2 പൊതുവ്യത്യാസം ഉൾപ്പെടുന്ന കോമ്പൗണ്ട്സിൻ്റെ സീരീസിനെ പറയുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ആൽക്കൈൻ എന്നുള്ളത് ഒരു ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെടുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? CH2 ആണ് വ്യത്യാസം. അടുത്ത കോമ്പൗണ്ട് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റാണ്. ഈ നമ്പർ നോക്കിയാൽ മതി. 4 കാർബൺ ആറ്റാണ് ബ്യൂട്ടൈൻ. അപ്പോൾ 4 കാർബൺ ആറ്റുള്ള ഹൈഡ്രോ കാർബൺ നമ്മൾ വരച്ചിരിക്കുന്നു. വരയ്ക്കാനുള്ള ഘടന അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ ആദ്യത്തെ കാർബൺ 3 ഹൈഡ്രജൻ, അപ്പോൾ CH3. പിന്നെ 2 ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബൺ, അപ്പോൾ CH2 സിംഗിൾ ബോണ്ട്, ഇവിടെ CH2. പിന്നെ ലാസ്റ്റ് കാർബൺ CH3. അപ്പോൾ ബ്യൂട്ടൈൻ്റെ ഘടന, ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റുള്ള ആൽക്കൈനാണ്. CH3 CH2 CH2 CH3 ആണ് ബ്യൂട്ടൈൻ. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം? എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. C4. ഹൈഡ്രജൻ 3 + 2 5 + 2 7 + 3 C4H10.
പിന്നെ അടുത്തത് പെൻറ്റെയിൻ. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം. ഘടന വരയ്ക്കാൻ അറിയാം. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം? ആദ്യത്തെ CH3, രണ്ടാമത്തെ CH2, സിംഗിൾ ബോണ്ട് CH2, വീണ്ടും CH2, ലാസ്റ്റ് CH3. വെണ്ണി നമുക്ക് ശരിയല്ലേ? 5 കാർബൺ അല്ലേ ഇത്? 1 2 3 4 5 5 കാർബണാറ്റുള്ള ആൽക്കൈനാണ് പെൻറ്റെയിൻ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആദ്യത്തെ അവസാനത്തെ CH3 ഗ്രൂപ്പ് ആയിരിക്കും, ബാക്കി ഇടയിലുള്ളത് ഏതായിരിക്കും? CH2 എന്നുള്ള ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം? എത്ര കാർബൺ? 5 കാർബൺ, C5. ടോട്ടൽ എത്ര ഹൈഡ്രജൻ? C5H12 മോളിക്കുലർ ഫോർമുല. ഓക്കെ. 6 കാർബണാറ്റുള്ള ആൽക്കൈനാണ് ഹെക്സൈൻ. അപ്പോൾ എങ്ങനെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്, ഘടന വരച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാം. ആദ്യത്തെ കാർബൺ 3 ഹൈഡ്രജൻ CH3, രണ്ടാമത്തെ CH2, മൂന്നാമത്തെ CH2, നാലാമത്തെ CH2, അഞ്ചാമത്തെ CH2, പിന്നെ ലാസ്റ്റ് വൺ CH3. അപ്പോൾ 6 കാർബൺ ആറ്റം. 1 2 3 4 5 6. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം? C6H40. അതുപോലെ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 7 കാർബണാറ്റുള്ള ആൽക്കൈനാണ് ഹെപ്റ്റൈൻ. അപ്പോൾ 7 കാർബണാറ്റം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാൻ നോക്കാം. CH3, CH2, CH2, വീണ്ടും CH2, വീണ്ടും CH2, ലാസ്റ്റ് CH3. 7 കാർബണാറ്റുള്ള ആൽക്കൈൻ. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്തെഴുതാം? C7H16. 3 + 2 5 + 2 7 H16 മോളിക്കുലർ ഫോർമുല. 8 കാർബണാറ്റുള്ള ആൽക്കൈനാണ് ഒക്ടെയ്ൻ. അപ്പോൾ അതിൻ്റെ ഘടന എഴുതിയിട്ടുണ്ട്, 8 കാർബണാറ്റം. അപ്പോൾ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം? ഒന്നാമത്തെ കാർബൺ 3 ഹൈഡ്രജൻ CH3, രണ്ടാമത്തെ CH2 ഗ്രൂപ്പ്, മൂന്നാമത്തെ CH2, നാലാമത്തെ CH2, വീണ്ടും CH2 ഗ്രൂപ്പ്, വീണ്ടും നമുക്ക് CH2 എഴുതാം, CH2, ലാസ്റ്റ് CH3. വെട്ടെണ്ണല്ലേ കൗണ്ട് ചെയ്യുക? 1 2 3 4 5 6 7 8. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം? C8H18. ഓക്കെ. 9 കാർബണാറ്റുള്ള ആൽക്കൈൻ്റെ പേരാണ് നൊണൈൻ. അപ്പോൾ ഘടന വരയ്ക്കാൻ അറിയാം. കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മോളിക്കുലർ ഫോർമുലയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CH3 ഗ്രൂപ്പ് ഏറ്റവും ആദ്യം അവസാനം CH3 ഗ്രൂപ്പ് ആയിരിക്കും, ബാക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ CH2 ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പോൾ 10 കാർബണാറ്റുള്ള ആൽക്കൈനാണ് ഡെക്കെയിൻ. അപ്പോൾ ഡെക്കെയിൻ വരെയാണ് നമുക്ക് ഘടന വരയ്ക്കാൻ പഠിക്കാനുള്ളത്. അപ്പോൾ 10 കാർബൺ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാർബണിന് ഒരു വാലൻസി, ഒരു സംയോജകത പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഈ ആർക്കെങ്കിലും വരയ്ക്കാൻ മനസ്സിലായിട്ടെങ്കിൽ ഒന്നുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ കാർബൺ 2 സംയോജകത പൂർത്തിയാക്കിയിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അപ്പോൾ അടുത്തത് പെട്ടെന്ന് പറയൂ. 2 സംയോജകത പൂർത്തിയാക്കിയിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അപ്പോൾ കാർബണിൻ്റെ 1 2 3 4 എന്നുള്ള വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. വീണ്ടും 2 ഹൈഡ്രജൻ. ഇവിടെ 2 പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 2 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 2 ഓക്കെയാണ്, ബാക്കി 2 ഹൈഡ്രജൻ എഴുതി. ഇവിടെയും 2 പൂർത്തിയാക്കിയിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ.
അപ്പോൾ ലാസ്റ്റ് കാർബൺ ഒരു വാലൻസി ഉള്ളൂ, ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ട്? 3 എണ്ണം. 3 ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ ആദ്യത്തെ CH3, പിന്നെ ഇന്നത്തെ ഗ്രൂപ്പ് CH2, വീണ്ടും CH2, 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 ലാസ്റ്റ് CH3. അപ്പോൾ ആദ്യത്തെ അവസാനത്തെ CH3 ആണ്, ബാക്കിയുള്ള ഇടയിൽ വരുന്നത് CH2. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എത്രയായിരിക്കും? C10H22. ഡക്കെ എന്നുള്ളതിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ് C10H22. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഹൈഡ്രോ കാർബണിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ. അതിൽ പ്രധാനമായിട്ട് ആൽക്കെയിനുകളുടെ സ്ട്രക്ചർ, ഘടന എങ്ങനെ വരയ്ക്കാം, അതുപോലെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം, അതുപോലെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം. ഇപ്പോൾ 10 എണ്ണമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ 10 എണ്ണം നോട്ട്ബുക്കിൽ എല്ലാവരും ചെയ്തിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും 10 ആൽക്കെയിനുകളുടെ ഘടനയും കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എഴുതാൻ എല്ലാവർക്കും അറിയണം. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.